ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സമാപനമായി. സംസ്ഥാനത്ത് കൊട്ടിക്കലാശം ആവേശകരമാക്കി മുന്നണികൾ. കേരളം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. വിജയപ്രതീക്ഷ പങ്കുവച്ച് രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് നാളെ നിശബ്ദ പ്രചാരണം. തെരഞ്ഞെടുപ്പിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ എല്ലാ വോട്ടുകളും വിവിപാറ്റുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി സുപ്രീംകോടതി വിധി പറയാൻ മാറ്റി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ISL സെമിയിൽ ഇന്ന് ഗോവ മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് സംസ്ഥാനത്ത് സമാപനമായി. ആവേശകരമായ കൊട്ടിക്കലാശത്തോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചാരണത്തിന് പരിസമാപ്തി കുറിച്ചത്. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള നിശബ്ദ പ്രചാരണമായിരിക്കും നാളെ നടക്കുക. മറ്റന്നാൾ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 2,77,49,159 വോട്ടർമാരാണ് സംസ്ഥാനത്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഇതിൽ 5,34,394 പേർ കന്നി വോട്ടർമാരാണ്. 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വോട്ടെടുപ്പിനായി 25,229 പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വെയിലും മഴയും ഏൽക്കാതെ ക്യൂ നിൽക്കുന്നതിനുള്ള സംവിധാനവും കുടിവെള്ളം, ശൌചാലയം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളും ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. വോട്ടർ ID കാർഡുകൾ കൈവശമില്ലാത്തവർക്ക് ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് ഉൾപ്പെടെ ഫോട്ടോ പതിച്ച മറ്റ് 12 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാവുന്നതാണ്. വോട്ടെടുപ്പ് ദിവസമായ 26-ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോളിംഗ് സാധനങ്ങളുടെ വിതരണം നാളെ നടക്കും. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശപ്പൊലിമയിൽ സംസ്ഥാനത്ത് ഇന്ന് കൊട്ടിക്കലാശം നടന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് കൊട്ടിക്കലാശത്തിനെത്തിയത്. വർണ്ണക്കടലാസുകളും കൊടിതോരണങ്ങളും ബലൂണുകളും സമാപന ചടങ്ങിന് വർണ്ണാഭമേകി. റോഡ് ഷോയുടെ അകമ്പടിയോടെ കൊട്ടിക്കലാശത്തിനെത്തിയ സ്ഥാനാർത്ഥികൾ അണികൾക്ക് ആത്മവിശ്വാസം പകർന്നു. മലപ്പുറം കുന്നുമ്മലിൽ കൊട്ടിക്കലാശത്തിനിടെ LDF, UDF പ്രവർത്തകർക്കിടയിൽ നേരിയ സംഘർഷമുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നിശബ്ദ പ്രചാരണം മാത്രം അനുവദിച്ചിട്ടുള്ള അടുത്ത 48 മണിക്കൂറിൽ ഉച്ചഭാഷിണികളുടെ ഉപയോഗം, ജാഥ, പ്രകടനങ്ങൾ തുടങ്ങിയവ പാടില്ല. നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ നടപടി സ്വീകരിക്കും. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെയുള്ള 48 മണിക്കൂർ മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള പോലീസിന്റെയും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെയും കർശന പരിശോധന തുടരും. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെയും ജമ്മു കാശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത്. പരസ്യപ്രചാരണത്തിന്റെ സമാപന ദിനമായ ഇന്ന് ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് പ്രചാരണം നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ ആലപ്പുഴയിൽ NDA പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനങ്ങളെ കബളിപ്പിക്കുന്നതായി ആരോപിച്ച അദ്ദേഹം ഇരുകൂട്ടരും പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്നതായും ആരോപണമുയർത്തി. കയർ മേഖലയ്ക്കായി NDA സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കുമെന്ന വാഗ്ദാനവും അദ്ദേഹം മുന്നോട്ടുവച്ചു. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട് മണ്ഡലത്തിൽ പ്രചാരണം നടത്തി. BJPക്കെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച അവർ ഭരണഘടന മാറ്റിയെഴുതി ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ BJP ശ്രമിക്കുന്നതായും ആരോപിച്ചു. കമ്പളക്കാട് ടൌണിൽ റോഡ് ഷോ നടത്തിയ ശേഷമാണ് പ്രിയങ്ക ഗാന്ധി പൊതുസമ്മേളനത്തിന് എത്തിയത്. വയനാട് മാനന്തവാടിയിൽ നടന്ന NDA പ്രചാരണ റാലിയിലും റോഡ് ഷോയിലും BJP തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ പങ്കെടുത്തു. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് അടുക്കുമ്പോൾ വിജയപ്രതീക്ഷ പങ്കുവച്ച് മുന്നണി നേതാക്കൾ. കേരളത്തിൽ UDF 20-ൽ 20 സീറ്റും ജയിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. കോൺഗ്രസ് നൽകുന്ന വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് ഉറപ്പുള്ളവയാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ LDF പുതുചരിത്രം രചിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
20 മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷയോടെ പ്രവർത്തിക്കാൻ LDFന് സാധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസനത്തിലും ജനക്ഷേമത്തിലും അധിഷ്ഠിതമായ മോദിയുടെ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് മുതിർന്ന BJP നേതാവ് PK കൃഷ്ണദാസ് പ്രതീക്ഷ പങ്കുവച്ചു. NDA സംസ്ഥാനത്ത് അട്ടിമറി വിജയം നേടുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി. 41,976 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഓരോ പോലീസ് സ്റ്റേഷനിലും 2 വീതം പെട്രോളിംഗ് ടീമുകൾ ഉണ്ടായിരിക്കും. മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലും പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളിലും കേന്ദ്ര സേനയെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തുന്ന എല്ലാ വോട്ടുകളും വിവിപാറ്റ് സ്ലിപ്പുകളുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി സുപ്രീംകോടതി വിധി പറയാൻ മാറ്റി. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും ഉൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമത്തിന് ഒട്ടും തന്നെ സാധ്യതയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കി. പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകുന്നതിനോട് വിയോജിച്ച സുപ്രീംകോടതി നിലവിലെ സംവിധാനം ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് അറിയിച്ചു. വിവിപാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായും എണ്ണി തിട്ടപ്പെടുത്തുക പ്രായോഗികമായി അസാധ്യമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. നാളെ ലോക മലേറിയ ദിനം. മലേറിയ അഥവാ മലമ്പനി എത്രയും വേഗം കണ്ടെത്തി ചികിത്സ തേടേണ്ടതാണെന്നും ഇതിന് കൃത്യമായ ചികിത്സ എല്ലാ സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ലഭ്യമാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്ത് ഇടവിട്ട് മഴയുള്ളതിനാൽ മലമ്പനി ഉൾപ്പെടെയുള്ള കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ വെള്ളിയാഴ്ച വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട നിലയ്ക്കൽ അത്തോട്ടിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും മരം ഒടിഞ്ഞുവീണ് ഒരാൾക്ക് പരിക്ക്. കുന്നേൽ വീട്ടിൽ ആശയ്ക്കാണ് പരിക്കേറ്റത്. കൂടാതെ പടിഞ്ഞാറേക്കര ആദിവാസി കോളനിയിലെ 22 വീടുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ഗുജറാത്ത് 6-മതും ഡൽഹി 8-മതുമാണ്. ISL ഫുട്ബോളിൽ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് ഗോവ മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 7:30 ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 114 പോയിന്റ് നേട്ടത്തിൽ 73,853-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 34 പോയിന്റ് ഉയർന്ന് 22,402-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 360 രൂപ കൂടി 53,280 രൂപയും ഗ്രാമിന് 6,660 രൂപയുമാണ് ഇന്നത്തെ വില. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഇന്ന് വീണ്ടും വില ഉയരുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സമാപനമായി. സംസ്ഥാനത്ത് കൊട്ടിക്കലാശം ആവേശകരമാക്കി മുന്നണികൾ. കേരളം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. വിജയപ്രതീക്ഷ പങ്കുവച്ച് രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് നാളെ നിശബ്ദ പ്രചാരണം. തെരഞ്ഞെടുപ്പിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ എല്ലാ വോട്ടുകളും വിവിപാറ്റുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി സുപ്രീംകോടതി വിധി പറയാൻ മാറ്റി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ISL സെമിയിൽ ഇന്ന് ഗോവ മുംബൈ സിറ്റി പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.